Hello everyone. Good morning. മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് മോർണിംഗ് ഉറങ്ങിയോ? സർ. മോർണിംഗ് മോർണിംഗ്. എല്ലാവരും വളരെ ഹാപ്പി ആയിരിക്കുമെന്ന് കരുതുന്നു. ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നവരൊക്കെ പരമാവധി ഓൺ ചെയ്യുക. ഓക്കെ. മോർണിംഗ് മോർണിംഗ്. ഓക്കെ. അങ്ങനെ വിംബിൾ അക്കാദമിയുടെ 87ാമത്തെ മോർണിംഗ് സർക്കിളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ സന്തോഷം. കാരണം ജോയിനിങ് ചെയ്യുന്ന ആളുകളുടെ എണ്ണവും ഒരുപാട് കൂടിക്കഴിഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ഒരു 5:30 AM ക്ലബിൽ നമ്മുടെ മോർണിംഗ് സർക്കിളിൽ ജോയിൻ ചെയ്ത മുഴുവൻ ആളുകൾക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. കാരണം ഈ രാവിലെ എഴുന്നേറ്റ് ഇതിനു വേണ്ടി മാത്രം പ്രിപ്പയർ ആയിട്ട് വരുന്ന ആളുകളാണ് ഓരോരുത്തരും. അതുപോലെ തന്നെ ഇതിനെ ഒരു കോട്ടവും പറ്റാതെ കൊണ്ടുപോകുന്ന നമ്മുടെ സജന മാം, ഒരു ബിഗ് സല്യൂട്ട് ഈ സമയത്ത് കൊടുക്കുകയാണ്. കാരണം 87 ദിവസങ്ങൾ എന്ന് പറയുന്നത് കുറഞ്ഞ ഒരു കാലയളവല്ല. ഇങ്ങനെ ഒരു ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ഒരു ട്രെയിനർമാർ ഇല്ലാത്ത സമയത്ത് അടുത്തൊരു ട്രെയിനറിലേക്ക് പോയി അദ്ദേഹത്തെ ആ ഒരു ഗ്യാപ്പിലേക്ക് കൊണ്ടുവരാന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു എഫേർട്ട് മാത്രമല്ല. നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു കാര്യം നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് വളരെയധികം ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും എന്നുള്ളതാണ്. എനിവേ, നമ്മൾ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും ചെയ്ത ഒരു കരുണ അല്ലെങ്കിൽ ഒരു ദയ നമ്മുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ചെയ്ത ഒരു കാര്യം ഇപ്പോഴും ഓർത്തു വെക്കുന്നുണ്ടോ? നമ്മൾ എല്ലാവരും ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പോഴേക്കും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാഹിർ മുഹമ്മദ്. ഞാൻ കാസർഗോഡ് ജില്ലയിലെ മൗലാടം എന്ന് പറയുന്ന സ്വദേശമാണ്. ഞാൻ സൈക്കോളജിക്കൽ കൗൺസിലർ ആൻഡ് ട്രെയിനർ ആയിട്ട് ഒരു ഇന്റർനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അതുപോലെ തന്നെ ഈ വിംബിൾ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന്റെ ഒരു 19th ബാച്ച് സ്റ്റുഡന്റ് കൂടിയാണ് ഞാൻ. ഓക്കെ. ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴെങ്കിലും ഇന്നലെ ചെയ്ത ഒരു കാര്യമല്ല, മറിച്ച് നമ്മൾ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയം എപ്പോഴെങ്കിലും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു മാസത്തിന് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ആർക്കെങ്കിലും ചെയ്ത ഒരു കരുണ അല്ലെങ്കിൽ ഒരു ദയ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടക്കുന്നുണ്ട്. അത് ആലോചിക്കുമ്പോൾ ഇപ്പോഴും ഒരു പോസിറ്റീവ് വൈബ്, ഒരു ആത്മനിർവൃതി ലഭിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ആർക്കെങ്കിലും ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാം. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ചെയ്ത ഏതെങ്കിലും ഒരു കരുണ അല്ലെങ്കിൽ ഒരു ദയ, ഒരു ചിരി ആവട്ടെ, എന്തെങ്കിലും ആവട്ടെ, ആരും ചെയ്തിട്ടില്ലേ ഒരു കരുണ പോലും? യെസ്, ഉണ്ട്. അത് ഇപ്പോഴും ആലോചിക്കുമ്പോൾ മനസ്സിനകത്തൊരു വല്ലാത്തൊരു സന്തോഷം നിറയുന്നുണ്ടോ? എനിക്കത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു താങ്ക് യു. ഉണ്ട്, താങ്ക് യു. നമ്മള് പ്രതിഫലമായിട്ടൊന്നും പ്രതീക്ഷിക്കാതെ, അതിന് പകരം എന്തെങ്കിലും ലഭിക്കണം എന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ദയ, കരുണ എന്ന് പറയുന്നത്, കൈൻഡ്നെസ്, അല്ലെ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അത് തന്നെയാണ്. കൈൻഡ്നെസ് ഈസ് കണ്ടേജിയസ്. ദയ എന്ന് പറയുന്നത്, കരുണ എന്ന് പറയുന്നത്, ഓക്കെ, താങ്ക് യു ഓൾ. ദയ എന്ന് പറയുന്നത്, കരുണ എന്നൊക്കെ പറയുന്നത് പകർച്ചവ്യാധിയാണ്. അതിങ്ങനെ പടർന്ന് പന്തലിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. നമ്മളൊരു കരുണ ഒരാളോട് കാണിക്കുമ്പോൾ, ഒരു ദയ ഒരാളോട് കാണിക്കുമ്പോൾ, അത് ഓട്ടോമാറ്റിക്കലി പകർന്ന് പിടിക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടേണ്ട ഒരു സംഭവമല്ല. നമ്മൾ സ്വയം അറിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്കൊരു സങ്കടമുണ്ട്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്, നമ്മൾ പലപ്പോഴും പറയും ഒരു സങ്കടം, അയാളുടെ സങ്കടം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, അല്ലെ? നമുക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരാൾ കരയുമ്പോൾ നമുക്കറിയാം അത് ആരാന്ന് പോലും നമുക്കറിയില്ല. നമ്മളിപ്പോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ നമ്മുടെ കൂടെ യാത്ര ചെയ്യും, നമ്മുടെ ഓട്ടോയിൽ അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, ഒരു പുരുഷൻ കരയുന്ന സമയത്ത് നമുക്ക് സങ്കടം വരാറില്ലേ? നമുക്ക് അതെന്താണ് അയാളുടെ വിഷയം എന്ന് പോലും അറിയില്ല. എന്നാൽ അയാൾ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മാറി നിന്ന് കരയുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, എന്തായിരിക്കാം മനുഷ്യന്റെ പ്രശ്നം, ഭയങ്കര സങ്കടമായിട്ട് നമുക്ക് തോന്നാറില്ലേ? യെസ്, തോന്നാറുണ്ട്, അല്ലെ? ഓക്കെ. അതേപോലെ തന്നെയാണ്
നമുക്കൊരു നെഗറ്റീവ്, നമ്മൾ ചില ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരൊരു നെഗറ്റീവ് എനർജി പറയുമ്പോൾ നമ്മൾ പറയും, ഉഫ്, ഇവന്റെ കൂടെ അല്ലെങ്കിൽ ഇവളുടെ കൂടെ ഇരുന്നപ്പോ ഭയങ്കര നെഗറ്റീവായി പോയി, വേണ്ടായിരുന്നു. അല്ലെ, നമ്മൾ പറയാറില്ലേ ഭയങ്കര നെഗറ്റീവാണ്, എന്ത് നെഗറ്റീവാണ്. നമ്മൾ വേറൊരു സ്ഥലത്ത് പോയാൽ പറയും ഇന്നത്തെ ദിവസം മൊത്തം പോയി, കാരണം ഇന്ന ആളുടെ കൂടെ ഇരുന്നപ്പോ എനിക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി ആയി, എനിക്ക് ഇന്നത്തെ ദിവസം മൊത്തം പോയ ഒരു ഫീൽ ഉണ്ട് എന്ന് പറയാറില്ല. ഈ നെഗറ്റീവും സങ്കടങ്ങളും പടരുന്നത് പോലെ തന്നെയാണ് ദയ അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്ന ഒരു സംഭവം. ഇത് വളരെയധികം വലിയ രീതിയിൽ അത് പടർന്ന് പന്തലിച്ചു പോകുന്ന ഒരു സംഭവമാണ് ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത്. നമ്മുടെ ആരോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. ഒരു ചിരി പോലും, ഒരു സ്മൈല്, നമ്മൾ ഒരാളോട്, ഒരു അന്യനായ ഒരു മനുഷ്യനോട്, നമ്മളിപ്പോ ഒരു ബസ്സിൽ യാത്ര ചെയ്യാണ്, നമ്മളൊരു ബസ് സ്റ്റോപ്പിലെത്തി, അവിടെ നിന്ന് നമ്മളൊരു പുഞ്ചിരി ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം തിരിച്ചു പുഞ്ചിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം ചിന്തിക്കും ആരായിരിക്കും അത്, അദ്ദേഹം എന്തെങ്കിലും ഒരു ടെൻഷനിൽ നിൽക്കുന്നതായിരിക്കും. ആ സമയത്താണ് നമ്മളെ ഒരു പുഞ്ചിരി ഒരു മനുഷ്യന്റെ ഒരു ദിവസം തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അത് നമുക്ക് അറിയാത്ത ഒരാളാകുമ്പോൾ, നമുക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് അത്രമേൽ അടുപ്പമില്ലാത്ത, നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷം കണ്ട ഒരാള് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കാറിൽ യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോ, ഇവിടെ തന്നെ നമ്മൾ ഏകദേശം 50 സംതിങ് ആളുകളുണ്ട്, 65 ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും പരസ്പരം എല്ലാവർക്കും അറിയില്ല. നമുക്കൊരു ടാസ്ക് ചെയ്യാം, നമ്മൾ ഇതിനകത്ത് ഓരോ ആളുകൾ പേര് നോക്കി വെക്കുക. നമുക്ക് അറിയാത്ത പേരുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യുക. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, സജന മാം, യു ആർ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ യു ആർ ഓസം. അങ്ങനെ ഒന്ന് ചാറ്റ് ചെയ്തേ പരസ്പരം. നമുക്ക് അതിന് എഫക്ട് ഉണ്ടോ എന്ന് അറിയണ്ടേ, എന്നാലല്ലേ നമുക്ക് ഇതിങ്ങനെ ക്ലാസ് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. ഒന്ന് ചാറ്റ്, പരസ്പരം അറിയാത്ത ഒരാളുടെ പേര്, ആ പേര് എഴുതിയിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു അഭിനന്ദനാർഹമായ ഒരു വാക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് ചാറ്റ് ചെയ്ത് നിങ്ങൾ ചാറ്റ് ചെയ്യും. നുസ്രത് മാം, യു ആർ ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ജിജു മാം, യു ആർ ഓസം, നിധി സർ, യു ആർ ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ്. ഒന്ന് ചാറ്റ് ചെയ്ത്. ഫോൺ ഓണാക്കി വെച്ചിട്ട് മാറ്റി വെച്ചതാണോ? അല്ല അല്ല. അല്ല. ഓക്കെ ഓക്കെ. യു ആർ ഓക്കെ. താങ്ക് യു. എല്ലാരും ചെയ്യുക, പരമാവധി ചെയ്യുക. നമ്മൾ അറിയാത്ത ആളുകളുടെ പേരെടുക്കണം കേട്ടോ. നമ്മൾ അറിയുന്ന ആൾക്കാർ പരസ്പരം, ഞാനിപ്പോ എനിക്ക് സജനാമെന്ന് അറിയാം, നിധി സാറിന് അറിയാം, ഞാൻ അവരുടെ പേരല്ല, മറിച്ച് അറിയാത്ത ഒരാളുടെ ഈ ചാറ്റിൽ ഇപ്പൊ വന്ന ആളുകളുടെ പേര് നമ്മൾ ചെയ്യുക. യെസ്, ഹായ് അഖില, യെസ് ഹായ്. ഓക്കെ, ഹായ് ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ്. ഓക്കെ, നൈസ്, യു ആർ ഗുഡ് പേഴ്സൺ, താങ്ക് യു. ഓക്കെ ഓക്കെ, അതൊരു ഭാഗത്ത് നടക്കട്ടെ. നമ്മൾ ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു 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 ഭയങ്കരമായിട്ടൊരു ഫീൽ ഗുഡ് നമുക്ക് ചെയ്തിട്ടുണ്ടോ? ഒരു ഭയങ്കര ഫീൽ നമുക്ക് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞ് നമുക്കൊരു എന്താ പറയാ, ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളെ പേര് പെട്ടെന്ന് ആരോ ഒരാള്, എനിക്കറിയാത്ത ഒരാള് എന്റെ പേര് പറഞ്ഞിട്ട് പറയാണ് യു ആർ എ ഗുഡ് പേഴ്സൺ. കാരണം നമ്മളിപ്പോ തുടങ്ങിയിട്ട് ആ 5 മിനിറ്റ് ആയിട്ടുള്ളൂ, ഇപ്പോഴാണ് എന്നെ പരിചയപ്പെടുന്നത് പോലും, അല്ലെ? ആര്യ മാം പറയുന്ന ഹായ് ഫർഹാന, ഫർഹാനാണ് ആര്യ മാമിനെ അറിയുന്ന പോലും ഇല്ല. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോ, നമ്മളെ പേര് ഒരാൾ വിളിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മളൊരാളെ വിളിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ ഒരു സന്തോഷം ഉണ്ടായിട്ടില്ലേ? ഓക്കെ, താങ്ക് യു ഓൾ, താങ്ക് യു. നിങ്ങളെ ഈ ഒരു സപ്പോർട്ടാണ് ഭയങ്കര സന്തോഷം. അതെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കി, കാരണം നിങ്ങൾ എന്നോട് ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ആ ഒരു കരുണ എന്നോട് കാണിച്ചു, അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഓരോരുത്തരുടെ പേര് വിളിച്ചപ്പോ ഇതിൽ ആർക്കെങ്കിലും ഫീൽ ആയിട്ടുണ്ടോ? എന്നെ അറിയാത്ത ഒരാൾ എന്നെ വിളിച്ചപ്പോ ഒരു സ്മൈലി നമുക്കുള്ളിൽ വന്നിട്ടുണ്ടോ? ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ ഒരു സ്മൈലി? ഒരു അറിയാതെ മനസ്സിനുള്ള വന്നിട്ടുണ്ട്. 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 ഓക്കെ, ഇത് തന്നെയാണ് കൈൻഡ്നെസ് ഈസ് കണ്ടേജിയസ് എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ജസ്റ്റ് ചാറ്റ് ചെയ്തതാണ്, നമ്മൾ ഇതിനകത്ത് നമ്മുടെ സൗണ്ട് ഉപയോഗിച്ചിട്ടില്ല, നമ്മളല്ലെങ്കിൽ നമ്മുടെ മുഖം കണ്ടിട്ടില്ല, ഈ ആൾ ആരാന്ന് പോലും നമ്മൾ അറിയില്ല. എന്നിട്ട് പോലും നമ്മൾ ഒരാളെ, സജന നൗഷാദിനെ കുറിച്ചിട്ട് ഒരാൾ പറയാണ് യു ആർ ബ്യൂട്ടിഫുൾ, യു ആർ ഓസം, അല്ലെങ്കിൽ യു ആർ ഗുഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ, ആ പറയുന്ന ആളുടെ ഉള്ളിലും ഒരു സന്തോഷം ഉണ്ടാവും, ഈ കേൾക്കുന്ന നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും. ഇത് തന്നെയാണ് കണ്ടേജിയസ് എന്ന് പറയുന്നത്. ഇത് പകർച്ചവ്യാധി പോലെയാണ്, അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് പകർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇതിന്റെ സയന്റിഫിക് പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ റിലീസാണ്. അഥവാ കൊടുക്കുന്ന ആൾക്കും ഉണ്ടാവും,
ഗിവർക്കും റിസീവർക്കും രണ്ടുപേർക്കും സന്തോഷം ലഭിക്കുന്ന ഒരു സംഭവമാണ് ഈ കൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഡോപ്പമിൻ ആൻഡ് ഓക്സിറ്റോസിൻ, അതുപോലെ തന്നെ മിറർ ന്യൂറോൺസ്, മറ്റുള്ളവർ ചെയ്ത പ്രവർത്തികൾ കണ്ടാൽ നമുക്ക് അതുപോലെ ചെയ്യാൻ തോന്നി. നമുക്കറിയാം ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോപ്പമിൻ ഒരു സന്തോഷത്തിന്റെ ഹോർമോണാണ്. നമുക്ക് എന്ത് സന്തോഷം ഒരു റിവാർഡായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരാൾ നമ്മളോട് പറയാണ് നിങ്ങൾ ഭയങ്കര അടിപൊളിയാട്ടോ, ജിജു മാം നിങ്ങൾ അടിപൊളിയാണ്, അല്ലെങ്കിൽ രേഷ്മ മാം നിങ്ങൾ അടിപൊളിയാണ്, നിധി സർ നിങ്ങൾ അടിപൊളിയാണ്. അങ്ങനെ ഒരാളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അയാൾക്ക് ഉണ്ടാവുന്ന ഒരു റിവാർഡ് സിസ്റ്റമാണ് അയാൾക്ക് അത് ഉണ്ടാകുന്ന സമയത്ത് അയാളുടെ ഡോപ്പമിൻ വർക്ക് ചെയ്യും. ഡോപ്പമിൻ വർക്ക് ചെയ്യുന്ന അയാൾക്ക് ഒരു സന്തോഷം ഉണ്ടാവും ഉള്ളിൽ. അത് തന്നെയാണ് കരുണ എന്ന് പറയുന്നത്. നമ്മൾ ഒരാളോട് ചിരിക്കുന്ന സമയത്ത് അയാൾക്ക് അറിയില്ല ഇത് ആരാ ചിരിച്ചതെന്ന് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറില്ലേ? നമ്മള് ബസ്സിലൊക്കെ പോകുമ്പോൾ എന്താ പറയാ, കുറെ ആളുകൾ വെറുതെ ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി ചിരിക്കുന്നതിനെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. നല്ല വാക്കുകളൊക്കെ, അല്ലെങ്കിൽ നല്ലൊരു സ്മൈൽ, അല്ലെ, ഒരു പുഞ്ചിരി, ജസ്റ്റ് ഒരു സ്മൈലിനെ കുറിച്ചാട്ടോ പറയുന്നത്. ഇനി ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന ആളുകളൊക്കെ കൈൻഡ്നെസ് കണ്ടേജിയസ് ആക്കിയിട്ട് കൊടുക്കുന്ന ആളുകളെന്ന് ആരും വിശ്വസിക്കരുത്. അതിൽ നമ്മൾ പെട്ടുപോകരുത്. സോ അതിൽ സാന്ദർഭികമായിട്ട് ഉണർത്തിയ മാത്രമാണ്. നമ്മൾ കൈൻഡ്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്മൈൽ, അദ്ദേഹത്തിന്റെ ലൈഫ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഡേ അടിപൊളിയാക്കണം എന്ന് കരുതുന്നതാണ്. ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന 65 പേരുടെ ഇന്നത്തെ ദിവസം എന്നെ കൊണ്ട് അടിപൊളിയാക്കിയിരിക്കാൻ വേണ്ടി പറ്റണം. അതുകൊണ്ട് ഞാൻ നല്ല പോസിറ്റീവ് വൈബ്സ് കൊടുക്കുക, ഞാൻ സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഗൗരവമായിട്ട് എന്റെ ഈ കവിള് ഭാഗത്ത് ഞാനിങ്ങനെ ഗൗരവത്തിൽ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും? ആരാ ഇത് രാവിലെ തന്നെ വന്നിട്ട് ഒരു ചിരി അയാളുടെ മുഖത്ത് രാവിലെ മുതൽ ആ ചങ്ങായിയുടെ മുഖത്ത് കണ്ടിട്ടില്ലല്ലോ, അല്ലെ? നിങ്ങൾ സ്വാഭാവികമായിട്ട് തോന്നും, ഒന്ന് ചിരിച്ചുകൊണ്ട് പറയേണ്ട ഒരു സംഭവം അല്ലേ തോന്നും. അതാണ് നമുക്കൊരു സ്മൈല് മാറുമ്പോ തന്നെ നമുക്ക് ആ മനുഷ്യനെ നമ്മൾ അളക്കാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. സോ ഡോപ്പമിൻ എന്നാൽ നമ്മുടെ മസ്തിഷ്കത്തിൽ കിട്ടുന്ന ഒരു റിവാർഡ് സിസ്റ്റമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ അത് നമ്മുടെ ബ്രെയിൻ തിരിച്ചറിയാണ്, യെസ് ഇത് നല്ലൊരു പ്രവൃത്തിയാട്ടോ, ഇത് ഹെൽപ്പേഴ്സ് ഹൈ എന്നൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഉന്മേഷം നൽകും എന്നുള്ളതാണ്. ഹെൽപ്പേഴ്സ് ഹൈ. നമ്മളിത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. കാരണം നമ്മുടെ തലച്ചോറ് വീണ്ടും സന്തോഷം ആഗ്രഹിക്കുകയാണ്. യെസ്, പോസിറ്റീവ് എനർജി, റൈറ്റ്, വെരി ഗുഡ്. നമ്മൾ വീണ്ടും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്തുകൊണ്ടാണ്? നമുക്ക് സന്തോഷമാണ് ആവശ്യം. നമ്മുടെ ബ്രെയിനിന്, നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷമാണ് കൂടുതൽ ലഭിക്കേണ്ടത്. നമ്മൾ ആഗ്രഹിക്കുന്നത് സന്തോഷമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സന്തോഷിക്കുന്ന ഒരു കാര്യം എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ തലച്ചോറ് എന്നെ പ്രേരിപ്പിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ട്രെസ് കുറയും. ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്ന സമയത്തും നമ്മുടെ സ്ട്രെസ് ഒരുപാട് കുറയുന്നതായിട്ട് കാണാം. ഡോപ്പമിൻ ഒരുപാട് മേഖലകളിലുണ്ട്. കൈൻഡ്നെസ്സിൽ മാത്രമാണ് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതുപോലെ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് അതൊരു സ്നേഹത്തിന്റെ ഹോർമോൺ ആണ്. ലവ് ഹോർമോൺ എന്നൊക്കെ പറയും, ബോണ്ടിങ് ഹോർമോൺ, ലവ് ഹോർമോൺ എന്നൊക്കെ പറയും. ഇത് കരുണയായിട്ട് ബന്ധപ്പെടുന്നത് നമ്മൾ സ്വീകരിക്കുമ്പോഴും കൊടുക്കുമ്പോഴും പുറപ്പെടുന്ന ഒരു സംഭവമാണ്. നമ്മളൊരാളുകളോട് ഇടപഴകുമ്പോൾ ആ ലവ് ഹോർമോൺ അല്ലെങ്കിൽ ഒരു ബോണ്ടിങ് ഹോർമോൺ അത് പുറപ്പെടുവിക്കുന്ന ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. പലപ്പോഴും അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോണ്ടിങ് ഹോർമോൺ വരുന്ന സമയത്ത് നമ്മൾ ആളുകളായിട്ട് സ്നേഹത്തോടെ ഇടപെടുമ്പോൾ, സഹായം സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ സഹായം ചെയ്യുമ്പോൾ, ഈ സംഭവങ്ങളിലൊക്കെ ഈ ഒരു ഹോർമോൺ പുറത്തു വരും എന്നുള്ളതാണ്. ഇതിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ വിശ്വാസങ്ങൾ, പരസ്പര ബോണ്ടിങ് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എക്സാമ്പിൾ പറയാം, നമ്മുടെ സജന മാം വിംബിളിന്റെ ഒരു വലിയൊരു പില്ലറാണ്. ആളിതിൽ ഇരുത്തിക്കൊണ്ട് പറയല്ലോ കേട്ടോ, വലിയൊരു പില്ലറാണ് ഈ മോർണിംഗ് സർക്കിൾ കൊണ്ടുപോകുന്നത്. സജന മാം നമ്മളൊരു മോർണിംഗ് സർക്കിൾ ട്രെയിനേഴ്സിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആരെങ്കിലും ഒരാൾ നാളത്തേന് കമ്മിറ്റ് ചെയ്ത ഒരാൾ ഒഴിവായി കഴിഞ്ഞാൽ അടുത്ത ഒരാളെ സജന മാം തേടിപ്പോവും. സജന മാം വരുമ്പോൾ തന്നെ അറിയാം ഒരാൾ ഒഴിവായിട്ടുണ്ട് എന്നുള്ളത്. ആ ഒരു വിശ്വാസമാണ്, ഞാൻ പറഞ്ഞാൽ സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. സജന മാമിന് ഇത്രയും ദൂരമുള്ള ആളുകളൊന്നും ആരെയും പരിചയമില്ല, ഇവിടെ വന്നിട്ടുള്ള പരിചയം മാത്രമാണ്. പക്ഷെ ആ ഒരു പരസ്പരം ചെയ്യുന്ന ആ ഒരു ചിരിയും തമാശയുമാണ് അവിടെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കുകയും വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഡോപ്പമിൻ പുറപ്പെടുവിക്കുകയാണ്. അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഉണ്ടാകുന്ന ആ ബന്ധം ഒന്നുകൂടി ശക്തമാവും, അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാവും. ഈ വിശ്വാസം എവിടെയൊക്കെ വരണം? പല രീതിയിൽ നമ്മുടെ ഫാമിലി ലൈഫിൽ വരണം. ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഈ ഓക്സിറ്റോസിൻ ഹോർമോൺ പുറപ്പെടുവിക്കണം. എന്തെങ്കിലും ഒരു കാര്യം ഹസ്ബൻഡ് പറയുമ്പോൾ അല്ലെങ്കിൽ വൈഫ് പറയുമ്പോൾ നമ്മൾ ചിരിക്കാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ നമ്മൾ അതിനെ കേട്ടിരിക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് കൈൻഡ്നെസ് എന്ന് പറയുന്നത്? എന്തൊക്കെയാണ്? ഈ ഒരു സ്മൈല് മാത്രമാണോ കൈൻഡ്നെസ് എന്ന് പറയുന്നത്? എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണോ? ഒരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുകയാണ്, നമ്മൾ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുകയാണ്. അപ്പൊ ഒരു മനുഷ്യൻ അവിടെ വീണ് കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന അത് കൈൻഡ്നെസ് ആവുമോ? അല്ല അല്ല. ഒരിക്കലും അല്ല. അതിനെ കൈൻഡ്നെസ് എന്നല്ല പറയാ. അതിനെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെറിയൊരു പിരി ലൂസ് ആയിട്ടുണ്ടെന്നാ പറയാ, അല്ലെ? അതിനെ കൈൻഡ്നെസ് എന്ന് പറയാൻ ഒരിക്കലും പറ്റൂല. കാരണം കൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ ആ അദ്ദേഹത്തെ പോയിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ കടന്നു വരുന്ന സമയത്ത് അയാൾക്ക് ഡോറ് നമ്മൾ തുറന്നു കൊടുക്കുക. നമ്മൾ ചില സമയത്ത് നമ്മൾ എൻ്റർ ആകുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ ഇറങ്ങി വരും. നമുക്ക് പലപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മൾ അതെ, ഹെൽപ്പിംഗ് മെന്റാലിറ്റി നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കടന്ന് പോകാൻ വേണ്ടിയിട്ട് എൻ്റർ ആവുന്ന ശ്രമിക്കുന്ന നമ്മൾ ഡോറ് വലിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിലുള്ള ആൾ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആ വലിച്ചു കൊടുത്ത ഡോർ ഒന്നുകൂടി വലിച്ച് നമ്മൾ മാറി നിന്ന് അദ്ദേഹം പുറത്തു പോകാൻ വേണ്ടി നമ്മൾ സഹായം ചെയ്യാറുണ്ട്. നമ്മൾ അറിയാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളാണ്. ചെയ്യാറില്ലേ? ആരും ഇതുവരെ ഡോർ ഒരാൾക്ക് തുറന്നു കൊടുത്തിട്ടില്ല. ഉണ്ട് പ്രായം ഡെഫിനറ്റ്ലി. ഡെഫിനറ്റ്ലി ഓക്കെ ഉണ്ട്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. അപ്പൊ കൈൻഡ്നെസ് എന്ന് പറയുന്നത് വെറും ഒരു സ്മൈലില് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഡോറ് നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കാണുന്ന ഒരാളാണ്, ബസ്സിലും കാറിലൊക്കെ സഞ്ചരിച്ചവർ, പ്രത്യേകിച്ച് കാറിൽ സഞ്ചരിച്ചവർക്ക് അറിയാം, നമ്മളൊരു സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. അങ്ങനെ 5, 4, 3, 2, 1 എത്തിക്കഴിയുമ്പോൾ ഒരു ഹോൺ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മള് ഫസ്റ്റിലിട്ട് മൂവ് ആവാൻ തുടങ്ങുന്നതിന് മുമ്പ് 0 എത്തുമ്പോൾ ഒരു ഹോൺ അടിയുണ്ട്. അത് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇനി ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു സിഗ്നലിൽ നിൽക്കുന്ന സമയത്ത് കറക്റ്റ് 1-ൽ തന്നെ ഒരു ഹോൺ അടി ഉണ്ടാവും. സത്യത്തിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമുക്ക് ഉള്ളിലൊരു ദേഷ്യം വരും. അതെ, നമുക്കുള്ളിലൊരു ദേഷ്യം വരും. എന്താണിത്, ഞാൻ പോവല്ലേ? നേരെ മറിച്ച് നമ്മൾ എന്താക്കുക, അതിനൊന്ന് സ്മൈൽ ചെയ്ത് നമ്മൾ അങ്ങ് വിടുക. ജസ്റ്റ് സ്മൈൽ. അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഹോൺ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, ഒരേ ഹോണടിയാണ്. നമ്മൾ പോകാൻ ഒരു സൈഡിൽ ഹോൺ അടിച്ചാൽ റോഡിന് വീതി കൂടുതലാണ് നമുക്കറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? സ്വാഭാവികമായിട്ടും പരമാവധി നമ്മളൊന്ന് ഒതുക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി നമ്മൾ കാണിക്കുക. ഓക്കെ ഓക്കെ ഫൈൻ. ഇത് ഓക്സിറ്റോസിൻ ഇങ്ങനെയാണ്. നമ്മൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ബന്ധം, നമ്മളെ റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഓക്സിറ്റോസിൻ ആ സമയത്ത് അവിടെ വർക്ക് ആവുന്നത് എന്നുള്ളതാണ്. ലവ് ഹോർമോൺ അഥവാ ബോണ്ടിങ് ഹോർമോൺ എന്നൊക്കെ പറയും. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിന് ഭയങ്കര സഹായകരമാവും എന്നുള്ളതാണ്. ഹൃദയത്തിന്റെ ഹെൽത്ത്, നമ്മുടെ ഹേർട്ടിന്റെ ഹെൽത്ത് വളരെയധികം നന്നായിട്ടിരിക്കുമെന്ന് സയന്റിഫിക്കൽ വശം പറയാണ്. അതുപോലെ തന്നെ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, തേർഡ് വൺ മിറർ ന്യൂറോൺസ്. എന്താണ് മിറർ ന്യൂറോൺസ്? ആർക്കെങ്കിലും അറിയാം? മിറർ ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആർക്കെങ്കിലും അറിയാം? മിറർ ന്യൂറോൺസ് ഇതൊരു ഹോർമോൺ അല്ല കേട്ടോ, ഇതൊരു ന്യൂറോൺസ് ആണ്. നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാവുകയാണ്. അതെന്താ, നമ്മളൊക്കെ അത് ഫീൽ ചെയ്തവരാണ്. എന്ത് കാര്യത്തിലും നമ്മൾ ഫീൽ ചെയ്ത ഒരു കാര്യമാണ്. നമ്മളിപ്പോ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാണ്, പെട്ടെന്ന് നമ്മളൊരു അപകടം കാണാം. ആ അപകടം കാണുന്ന സമയത്ത് കുറച്ച് ആളുകൾ ഓടി ചെന്ന് ബൈക്കുള്ളവരൊക്കെ ബൈക്ക് സൈഡാക്കി, അല്ലെങ്കിൽ കാറൊക്കെ സൈഡാക്കി, നമ്മൾ വീണ അയാളെ അല്ലെങ്കിൽ ആക്സിഡന്റ് സംഭവിച്ച ആളെ പോയിട്ട് രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരാളെ ചെയ്തതുപോലെ യെസ് റൈറ്റ് ഫസ്മിന മാം, ഓക്കെ വെരി ഗുഡ്. ഓക്കെ, അപ്പോ ഒരാള് വീണ് കിടക്കുമ്പോൾ നമുക്ക് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ആലോചിക്കും, ഞാൻ ചെയ്യുന്നത് പോലെ എന്ന് നമ്മൾ ആലോചിക്കും. നമ്മളങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ പോകുന്നതിൽ ഒരാൾ ഞാനാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? നമുക്ക് തോന്നാറില്ല ആ ചെയ്യുന്നത് ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ അതിങ്ങനെ ചെയ്യും എന്ന് നമുക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ബ്രെയിൻ അതുപോലെ സിമുലേറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് എന്ന് നമ്മൾ ബ്രെയിൻ അതുപോലെ സിമുലേറ്റ് ചെയ്യാണ്. നമുക്ക് ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റുന്ന വരെ നമ്മുടെ മനസ്സിനകത്ത് ആ കൈൻഡ്നെസ് ഉണ്ടായത് കൊണ്ടാണ് നമ്മുടെ ബ്രെയിൻ അത് സിമുലേറ്റ് ചെയ്യുന്നത്. വെറുതെ ബ്രെയിൻ ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കൂല. അവിടെ ഒരു ആക്സിഡന്റ് നടന്നു, കൂടെയുള്ള ആൾ അവിടെ എന്താണ് ബ്ലോക്ക്? അവിടെ ഒരു ആക്സിഡന്റ് നടന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു വൃദ്ധനായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ വീണ് കിടക്കുകയാണ്, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ പ്രത്യേകിച്ചിട്ടൊന്നും തോന്നിയിട്ടില്ല. ആള് പ്രായമുള്ളത് കൊണ്ട് വീണു, അല്ലെങ്കിൽ ആള് ഓടയിൽ പെട്ടെന്ന് കാല് തെന്നി വീണു, അതിനപ്പുറത്തേക്ക് എനിക്ക് ഒന്നും ഫീൽ ആയിട്ടില്ല. നേരെ മറിച്ച് ഒരു കൈൻഡ്നെസ് എന്ന് പറയുന്നതിന്റെ ഒരു അഭാവം നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ നിർത്തി രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പോലും
കുറെ ആളുകൾ നിർത്തി അയാളെ രക്ഷപ്പെടുത്തുമ്പോൾ, ആ മനുഷ്യനെ രക്ഷപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ ആ അപകടത്തിൽ നിന്ന് അവരെ റിക്കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും അത് ഞാനാണ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ ബ്രെയിൻ അത് സിമുലേറ്റ് ചെയ്യും. ഇത് പല സാഹചര്യങ്ങളുണ്ട്. പല സാഹചര്യങ്ങളിലും നമുക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം ചില ആളുകൾ നിന്നിട്ട് പ്രസംഗിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അപ്പൊ നമുക്ക് തോന്നും നമ്മളാണെങ്കിൽ ഈ സാഹചര്യത്തിൽ വളരെ നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു, ആ മനുഷ്യൻ പാവം അല്ലെ. ചില ആള് പ്രസംഗിക്കുമ്പോൾ നമുക്ക് തോന്നാറില്ല തെറ്റല്ലേ, തെറ്റല്ലേ, അടിപൊളിയായിട്ട് പോണേ എന്ന് തോന്നാറുണ്ട്. സജന മാമിന് തോന്നാറുണ്ടോ 5:30 AM ക്ലാസ് എടുക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് പോകണേ എന്ന് തോന്നാറില്ലേ? സജന മാം പോയോ? യെസ് യെസ് തോന്നാറുണ്ട്. 5:30 ക്ലബ്ബ് നമ്മുടെ ഈ ഒരു 6 മണി ആകുന്നവരെ എങ്ങനെയെങ്കിലും അരമണിക്കൂർ അടിപൊളിയായിട്ട് ഈ സെഷൻ ഒന്ന് പോണേ, അടിപൊളിയാക്കണേ എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ? Yes. സത്യത്തിൽ ഈ അരമണിക്കൂർ സെഷൻ എന്തെങ്കിലുമൊക്കെ വിഡിത്താണ് ഞാൻ പറയുന്നെങ്കിൽ അത് എഫക്ട് ചെയ്യുന്നത് എന്നെയാണ് അല്ലെ. ഞാൻ എന്റെ കാര്യമാണ് നോക്കേണ്ടത്. ഞാൻ വളരെ മോശമായി ചെയ്ത് എന്നെ എന്തൊക്കെ ആയിരുന്നു. പക്ഷെ നേരെ മറിച്ച് സജന മാമിനെ ഇതൊന്ന് ഉഷാറാക്കണേ. അതേപോലെ നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവാറുണ്ട്, ഒന്ന് അടിപൊളിയാക്കണേ, ഒന്ന് തെറ്റരുതേ, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് കുളമാവരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു ചെറിയൊരു ചിന്താഗതി നമുക്ക് വരാറുണ്ട്. എനിക്കങ്ങനെ തോന്നാറുണ്ട് പേഴ്സണലി. ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ തെറ്റരുതേ, അയാൾ മണ്ടത്തരൊന്നും പറയരുതേ, ഒന്നും സംഭവിക്കരുതേ എന്ന് നമുക്ക് തോന്നും. അത് നമ്മുടെ ഉള്ളില് ഒരു കൈൻഡ്നെസിന്റെ അഭാവം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. അപ്പൊ ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാണുമ്പോഴും ഒരു കാരുണ്യ പ്രവൃത്തി കാണുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും നമ്മൾ അത് ചെയ്യുന്നത് പോലെ സിമുലേറ്റ് ചെയ്യുന്നതാണ് മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. അത് ഹോർമോൺ അല്ല, ഒരു ന്യൂറോൺസ് ആണ്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഈ ഒരു കൈൻഡ്നെസ് നമ്മൾ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. ഒന്ന് ഡോപ്പമിൻ ഉത്പാദിപ്പിക്കുന്നത്, അഥവാ സന്തോഷത്തിന്റെ ഹോർമോൺ നമ്മുടെ ഉള്ളിൽ വരികയാണ്. സെക്കൻഡ് വൺ ആണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്, അഥവാ നമ്മളെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ, കൈൻഡ്നെസ് ചെയ്യുമ്പോൾ മനുഷ്യരുമായിട്ട് വളരെയധികം അടുത്ത് വരിക. ഇന്ന് മനുഷ്യർ തമ്മിലുള്ള അടുപ്പങ്ങളില്ല, അകലങ്ങൾ മാത്രമാണ്. മനുഷ്യർ തമ്മിലുള്ള അടുപ്പങ്ങൾ എങ്ങനെയാണ്? ഇൻസ്റ്റഗ്രാം വഴിയും വാട്സപ്പ് വഴി ഇതുപോലുള്ള സൂം മീറ്റിൽ വഴിയാണ് മനുഷ്യർ കൂടുതൽ അടുക്കുന്നത്. അടുക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് പോലും തന്റെ സ്വന്തം അയൽവാസിയെ കാണാനും അടുക്കാനും നമുക്ക് സമയമില്ല. നമുക്ക് അയാളെ കണ്ടൊന്ന് ചിരിക്കാൻ സമയമില്ല. നമ്മളെ തൊട്ടടുത്തുള്ള മനുഷ്യൻ എന്താണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹം അനുഭവിക്കുന്ന ദാരിദ്ര്യം അല്ലെങ്കിൽ അദ്ദേഹം അനുഭവിക്കുന്ന ഹോസ്പിറ്റൽ കേസ് അറിയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാരിറ്റി പോസ്റ്റർ നമ്മൾ കാണണം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ നാടിന് തൊട്ടടുത്തുള്ള ഒരു മനുഷ്യനായിരിക്കാം. എന്റെ വീട്ടിൽ നിന്നും ഒരു 10 വീട് കഴിഞ്ഞാലുള്ള ഒരു വീട്ടിലെ കുടുംബത്തിലെ ഒരു കുട്ടി അല്ലെങ്കിൽ അവിടുത്തെ ഒരു മനുഷ്യന് ഹൃദയത്തിന് ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിഡ്നി മാറ്റിവെക്കുന്ന ഒരു പ്രശ്നമുണ്ട്. ഞാൻ അറിയുന്ന എപ്പോഴാണെന്നറിയോ? ഞാൻ അറിയുന്നത് അദ്ദേഹത്തിന്റെ പോസ്റ്റർ വരുമ്പോഴാണ്. അദ്ദേഹത്തിന് വേണ്ടി കരുണ ചെയ്യുക, അല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും ഒരു പബ്ലിക്കിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു രോഗവുമായിട്ട് കിടക്കുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുക എന്ന് എവിടെയെങ്കിലും ഒരു പബ്ലിക് സ്പീച്ചിൽ ഒരാൾ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അത്ര പോലും എന്റെ സഹജീവികൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാനും അല്ലെങ്കിൽ അത് നമ്മൾ ഫീൽ ചെയ്യാനും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരിക്കലും സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സംഭവമല്ല, നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. നമ്മളൊരു പുഞ്ചിരി കൊണ്ട് നമ്മൾ ചെയ്യുക. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ട് വരുന്ന സമയത്ത്, രാവിലെ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യൻ അവിടെ ഒരു കാറ് പാർക്ക് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ആണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ജസ്റ്റ് ഒന്ന് ഗ്ലാസ്സിൽ തട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ആണ്. അപ്പൊ അദ്ദേഹം ഓക്കെ ഞാൻ അടക്കാമെന്ന് പറഞ്ഞു. ഞാൻ അടച്ചോട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തോട് പെർമിഷൻ ചോദിച്ചു. കാരണം പറയാൻ പറ്റില്ല, ചിലർക്ക് ഇത് ഇഷ്ടപ്പെടുന്നവരില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്താൽ ഉപകാരമായിരുന്നു. ഞാൻ ആ പെട്രോൾ ടാങ്ക് അടച്ചു, ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ഗ്ലാസ്സിൽ നിന്ന് നോക്ക് ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു ഇങ്ങനെ പെട്രോൾ ടാങ്ക് ഓപ്പൺ ആണ്, അദ്ദേഹം അടക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ അടച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചതറിഞ്ഞ് അടച്ചു കൊടുത്തു. അപ്പൊ എനിക്കുണ്ടായ ഒരു സന്തോഷമുണ്ട്. ഇത് ഞാൻ അയാൾക്ക് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടൊന്നുമില്ല. ചില ആള് പറയും കരുണ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാരുണ്യം ചെയ്യാൻ എനിക്ക് പൈസ ഇല്ലല്ലോ, ഒരാളോട് കരുണ ചെയ്യാൻ എനിക്ക് എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ എന്ന് പറയും. പണം മാത്രമല്ല, പണം ഒരു കൈൻഡ്നെസ് ആണ്. എന്നാൽ പണം മാത്രമല്ല കൈൻഡ്നെസ് എന്ന് പറയുന്നത്. പണം നമുക്ക് പ്രപഞ്ചം അല്ലെങ്കിൽ ദൈവം നമുക്കായിട്ട് അനുഗ്രഹിച്ച് നൽകുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും പണം കിട്ടണമെന്നില്ല. ഇപ്പോ ഇതില് ഏറ്റവും കൂടുതൽ പൈസക്കാരുണ്ടാവും, കുറഞ്ഞ പൈസക്കാരുണ്ടാവും, പൈസ തീരില്ലാത്ത ആളുകളുണ്ടാവും. എന്ന് കരുതി കൈൻഡ്നെസ്സിന് എവിടെയും കുറവ് വരേണ്ട ആവശ്യമുണ്ടോ? കൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സംഭവമാണ്. അത് പൈസ കൊടുത്ത് കിട്ടേണ്ട ഒരു കാര്യമല്ല. നമ്മളൊരു ചിരി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒന്നും വേണ്ട, നമ്മൾ പോകുന്ന സമയത്ത് ഒരു പഞ്ചർ കാണാത്ത
ഒരാഴ്ച നമുക്ക് ഉണ്ടാവില്ല. പഞ്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഡൗൺ ആയിട്ട് ഒരു ഫാമിലി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു 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 കുട്ടി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു സ്വിഗ്ഗിയുടെ അല്ലെങ്കിൽ സൊമാറ്റോയുടെ ഒരാൾ വരുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരോടൊന്ന് പുഞ്ചിരിച്ച് ചോദിക്കുക, എന്താ പറ്റിയത്, എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക. നമ്മൾ ഒന്നും ചെയ്യണമെന്നില്ല, നമ്മൾ ആ പഞ്ചർ അവിടെ ചെയ്യണമെന്നോ ഇല്ല, ഒന്നുമില്ല. നമ്മൾ അവിടെ അവരെ കൂടെ വണ്ടി തള്ളാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മൾ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അന്ന് പഞ്ചറായത് ഒരു പ്രശ്നമായിട്ട് മാറും, ഒരു പ്രശ്നമില്ലാതായി മാറും. അയാൾക്ക് ഇന്ന് പഞ്ചറായത് സന്തോഷമായി നീ തോന്നും. കാരണം ഏതോ ഒരു മനുഷ്യൻ, എനിക്കറിയില്ല, ഏതോ ഒരു മനുഷ്യൻ ഇതിലൂടെ പോകുന്ന ഒരു മനുഷ്യൻ എന്നോട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന്. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓൺലൈൻ ഡെലിവറി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അവരോട് എന്തെങ്കിലും ഒരു നല്ല രീതിയിൽ സ്മൈൽ ചെയ്തൊന്ന് സംസാരിച്ചു നോക്കുക. അവർക്ക് ടിപ്പ് തന്നെ കൊടുക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അത് കൊടുക്കുന്നത് മറ്റൊരു വശം. അതിന് പകരം നമ്മളൊന്ന് സ്മൈൽ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനോടൊന്ന് സംസാരിച്ചു നോക്കും. അയാൾക്ക് അന്നത്തെ ദിവസം ഫുൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. ഹാപ്പിനെസ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു കാരണം, നമ്മളൊരു കാരണമായി കഴിഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമായിരിക്കില്ലേ. നമ്മളെപ്പോഴും കണ്ണടച്ചിരുന്നിട്ട് ഓരോ ദിവസവും നമ്മൾ ആലോചിക്കുക നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട്, അല്ലെ നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ. നമ്മൾ സ്വയം ആലോചിക്കുക, കണ്ണടച്ചിരുന്നിട്ട് നമ്മളൊരു നമ്മുടേതായ ഒരു പീസ് മൈൻഡിൽ ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. യെസ്, റൈറ്റ്, അതൊരു കൈൻഡ്നെസ് ആണ്. ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക. പ്രായമുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഇനി പ്രായമുള്ള ആളുകൾ തന്നെ ആവണമെന്നില്ല, നമുക്ക് തോന്നുകയാണ് ഞാൻ കുറെ സമയം ഇരിക്കുന്നു, അല്ലെ, ഞാൻ കുറെ സമയം ഇവിടെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ട്രെയിനിൽ ഞാൻ കുറെ സമയം ഇരിക്കുന്നു, ഞാൻ ഒന്ന് മാറിക്കൊടുത്തു, എനിക്ക് അടുത്ത സ്റ്റോപ്പാണ്, അല്ലെങ്കിൽ എനിക്ക് ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. ഇതൊരു കൈൻഡ്നെസ് ആണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. ഇനി നമ്മളത് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇതുവരെ അൺകോൺഷ്യസ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. ഇനി നമ്മൾ ഫീൽ ചെയ്യുക. ആ ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഉള്ളിൽ വീണ്ടും വീണ്ടും നമുക്ക് ആ സ്ട്രെസ് കുറയാൻ കാരണമാവുന്നത്. നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ കൈൻഡ്നെസ് ഓവർലോഡഡ് ആണ്. പക്ഷെ നമ്മളത് ഫീൽ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ സ്ട്രെസ് കുറയാൻ അത് കാരണമാകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നതിന് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യുക. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നലെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എന്തൊക്കെ ചെയ്തു, നമ്മളൊന്ന് ആലോചിച്ച് വയ്ക്കും. ചിലപ്പോൾ ഒരുപാട് കാര്യം, ഒന്നൊന്നും ആയിരിക്കില്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം വിരലുകളൊക്കെ എണ്ണിട്ടായിരിക്കും നമ്മൾ, നുസ്രത്ത് മാം ഒക്കെ പറയുന്നുണ്ട് ഉണ്ടെന്ന്. നമ്മളിങ്ങനെ വിരലൊക്കെ എണ്ണിട്ട് ചിലപ്പോൾ ഈ 10 വിരലൊന്നും മതിയാവൂല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതിലൊക്കെ നമുക്കൊരു ഒരു ഭയങ്കര സന്തോഷങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് യെസ് റൈറ്റ് ശരിയിലാണ്. നമ്മുടെ ആ മനസ്സിന്റെ സന്തോഷങ്ങൾ, നമ്മൾ അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇനി മുതൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഡോപ്പമിനൊക്കെ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഹോർമോൺ വരുന്നത്, ലവ് ഹോർമോൺ വരുന്നത്, അതുപോലെ തന്നെ ന്യൂറോൺസ് മിറർ ന്യൂറോൺസ് ഒക്കെ സംഭവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഫീൽ ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റുന്നത്. കാരണം ഇതൊരു വിത്താണ്. കൈൻഡ്നെസ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടിടുന്ന ഒരു വിത്ത് മാത്രമാണ്. നമ്മളുടെ മനുഷ്യരിലേക്ക് കൊണ്ടിടുന്ന ഒരു വിത്താണ്. നമ്മുടെ വാക്കുകൊണ്ട് ഒരു മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറ്റും, അദ്ദേഹത്തിന് കരുണ ചെയ്യാൻ വേണ്ടി പറ്റും, അതുപോലെ തന്നെയാണ് ഒരു മനുഷ്യരെ വേദനിപ്പിക്കാൻ വേണ്ടി പറ്റും. ഇതിലാരെങ്കിലും മറ്റൊരാളെ വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഒരു മനസ്സിൽ രാവിലെ തന്നെ ഇന്ന് ഞാൻ കണ്ണടച്ചോണ്ട് ഇങ്ങനെ കൈവച്ച് ഇന്ന് ഞാൻ 2 ആളെ വേദനിപ്പിക്കും എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഞാൻ ഒരാളെ വേദനിപ്പിക്കും, അല്ലെങ്കിൽ എനിക്ക് വേദനിപ്പിച്ചാലേ ഒരു സമാധാനം കിട്ടുമെന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല ഇല്ല. ഒരിക്കലും ഇല്ല. യെസ്, വെരി ഗുഡ്. ഒരിക്കലും ഇല്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എപ്പോഴും മറ്റൊരാളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾ വേദനിപ്പിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഒരു മോശം വാക്ക്, ഒരാളെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക്, നമ്മൾ കടലിലേക്ക് എറിയുന്ന ഒരു കല്ല് പോലെയാണ്. ആ കല്ല് എറിഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ അത് പുറമേ നിന്ന് നോക്കിയാൽ അത് കാണൂല, പക്ഷെ ആ കല്ല് പതിക്കുന്നത് ആ കടലിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. അതുപോലെ തന്നെയാണ് വേദനയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നന്മയുടെ വാക്കുകൾ എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ ഒരു കടലിൽ കല്ലെടുത്തെറിഞ്ഞാൽ കല്ല് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കല്ല് താണു പോകും. നമ്മൾ ഒരാളെ കുറിച്ച് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കരുതും അതൊക്കെ കഴിഞ്ഞു എന്നാണ്. സത്യത്തിൽ അത് അയാളുടെ അടിത്തട്ടിലേക്ക്, മനസ്സിന്റെ ഏറ്റവും അടിത്തട്ടിൽ പോയിട്ട് ഒരു വിങ്ങൽ ഉണ്ടാക്കുന്ന, ഒരു വേദന ഉണ്ടാക്കുന്ന ഒരു അനുഭവം അദ്ദേഹത്തിന് സമ്മാനിച്ചു കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കരുണ ചെയ്താലോ, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് പറഞ്ഞാലോ, പരിചയമില്ലാത്ത ഒരു മനുഷ്യനോട് നമ്മളൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അടിത്തട്ടിൽ അത് ഉണ്ടാവും. ഇപ്പോഴും എനിക്ക് ഓർമ്മ, ഞാൻ ഇപ്പൊ ആലോചിച്ചൊരു അറ്റ് എ സെക്കൻഡ് ഞാൻ ആലോചിച്ചൊരു കാര്യമാണ്. എന്നെ അറിയാത്ത ഒരാൾ പറയാണ് നിങ്ങൾ മികച്ചൊരു കൺസൾട്ടിങ് ആളാണ്.
എനിക്ക് ആളെ അറിയാ പോലും ഇല്ല. ഇതിനകത്ത് ഇപ്പൊ ഞാൻ നേരത്തെ ചാറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ നിങ്ങൾ നല്ലൊരു മികച്ച ഒരു കൺസൾട്ടിങ് ചെയ്യുന്ന ഒരാളാണ്. സത്യത്തിൽ എന്റെ കൺസൾട്ടിങ്ങിനോ എന്റെ കൗൺസിലിങ്ങിനോ ആള് വന്നിട്ടില്ല. എന്റെ കൗൺസിലിംഗ് സോഷ്യൽ മീഡിയയിൽ വ്യാപകവുമല്ല. പക്ഷെ എനിക്കുണ്ടാക്കിയ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട്. എന്റെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും. എനിക്കൊരു ഉത്തരവാദിത്തം പോലെ ഞാനത് ഏറ്റെടുക്കും. കാരണം എന്റെ കൺസൾട്ടിങ് അടിപൊളിയാണെന്ന് ഒരു മനുഷ്യൻ പറയാനുണ്ട്. അത് ആരാന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിത്ത് നമ്മൾ മറ്റുള്ള മനുഷ്യരുടെ മനസ്സിലേക്ക് നമ്മൾ തിന്മയുടെ വിത്ത് പാകുന്നതിന് പകരം നന്മയുടെ വിത്ത് പാകാൻ നമ്മൾ ശ്രമിക്കുക. ഈ നന്മയുടെ വിത്ത് നമ്മൾ പാകുമ്പോൾ അത് വലിയൊരു മരമായിട്ട് വരും. ഈ മരം പടർന്ന് പന്തലിച്ച് തണലായി നിന്നുകൊണ്ട് നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിൽ ഒരു കൈൻഡ്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കൈൻഡ്നെസ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിന് നമ്മൾ തന്നെ കാരണക്കാരാവണം. കാരണം കൈൻഡ്നെസ് ഈസ് കണ്ടേജിയസ്. ഇതൊരു പകർച്ചവ്യാധിയാണ്. സങ്കടങ്ങൾ പകരുന്നത് പോലെ, പടർന്ന് പന്തലിക്കുന്നത് പോലെ, നെഗറ്റീവ് എനർജി പടർന്ന് പന്തലിക്കുന്നത് പോലെ അത് മനസ്സിനകത്തൊരു വല്ലാത്തൊരു വിഷമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ഒരു സ്ട്രെസ് ഉണ്ടാക്കുമ്പോൾ, ഒരു ഡിപ്രഷൻ ഉണ്ടാക്കി നമ്മുടെ ലൈഫ് വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ തന്നെ കൈൻഡ്നെസ് ഈസ് കണ്ടേജിയസ്. കൈൻഡ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധിയായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം, ഇന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളൊരു ഷോപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരാൾക്ക് ഡോർ തുറന്ന് കൊടുക്കാൻ ശ്രമിക്കുക, ഒരാൾക്കെങ്കിലും ഒരു ദിവസം. അതുപോലെ തന്നെ നമ്മളൊരു താങ്ക്സ് പറയാ. എന്ത് തന്നെ ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരാൾ എന്തെങ്കിലും തന്നെ നമ്മൾ വാങ്ങി തിരിച്ചു പോകുന്നതിന് പകരം ഒരു നന്ദി പറയാം, താങ്ക് യു. ഒരു ചിരിച്ചുകൊണ്ടൊരു നന്ദി പറയാം. കൂടെ നമ്മളിങ്ങനെ ചേർത്തിട്ടൊരു താങ്ക് യു പറഞ്ഞു നോക്കി. ഇതെനിക്ക് എൻ്റെ ഒരു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എനിക്ക് തന്ന ഒരു സമ്മാനമാണ്. താങ്ക് യു പറയുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇവിടെ കൈ വെച്ചിട്ട് നമ്മൾ താങ്ക് യു പറയാന്നുള്ളത് നമ്മൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ഇന്ന് തന്നെ നിങ്ങൾ എന്താക്കുക, സ്വയം ഒന്ന് ഒരാളോട് താങ്ക് യു പറയുന്ന സമയത്ത് ജസ്റ്റ് ഹൃദയത്തിൽ കൈ ചേർത്ത് വെച്ചിട്ട് ഒരു താങ്ക് യു നോട്ട് നിങ്ങൾ പറഞ്ഞു നോക്കി. ഭയങ്കര ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ഗുഡ് നിങ്ങൾക്ക് നിറയുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ സ്മൈല് കൊടുക്കുക, കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളൊരാള് എന്തെങ്കിലുമൊക്കെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ ആളുകൾ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, അല്ലെ? നമ്മൾ ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ എനിക്ക് അറിയ പോലും ഉണ്ടാവില്ല, ആരാ അതെന്ന് പോലും അറിയില്ല. ആൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട് എന്താ അവസ്ഥ അല്ലെ, ഞാൻ മുമ്പ് ജോലി ചെയ്ത ഒരാളാണ്, ഇപ്പൊ എനിക്ക് നട്ടല് പൊട്ടി അല്ലെങ്കിൽ എന്റെ കാല് വയ്യ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്നതിന് പകരം നമ്മൾ അതെ എന്താ സംഭവിച്ചത് എന്ന് കേൾക്കുക. സത്യത്തിൽ അയാള് ആ ബസ് ഇറങ്ങിയതിന് ശേഷം മാത്രം ഞാൻ ആരോടാ ഇതൊക്കെ പറഞ്ഞത്, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അയാൾക്ക് അതൊക്കെ ഒരു അയാളെ വിഷമങ്ങൾ പറഞ്ഞു തീർത്തതുപോലെയാവും, അല്ലെ? അതുപോലെ തന്നെയാണ് നമ്മൾ കേട്ടിരുന്നപ്പോൾ നമുക്ക് തോന്നും ഏതോ ഒരു മനുഷ്യൻ, അല്ലെ, നമ്മുടെ ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം അദ്ദേഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീർത്തു കൊടുക്കട്ടെ, അദ്ദേഹം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തീർത്തു കൊടുക്കട്ടെ. നമ്മൾ സ്വയം ഒരു പ്രാർത്ഥന നടത്തും, നമുക്ക് മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ട് എന്നെ കേട്ടിരുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, കൈൻഡ്നെസ് ഈസ് കണ്ടേജിയസ് എന്ന് പറയുന്നത് വെരി റെലവെന്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കൈൻഡ്നെസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പോയിന്റ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കിത് ക്ലിയർ ചെയ്യാം. താങ്ക് യു. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആർക്കും ഡൗട്ടൊന്നുമില്ല. നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്, അല്ലെ? അപ്പൊ ഡൗട്ട് വരാൻ സാധ്യതയില്ല. വളരെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും ക്ലാസ് പോലെ എടുക്കേണ്ട ഒരു സംഭവമല്ല കൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തത്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളെ ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ അറിയിക്കുക. എനിവേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, Thank you, sir. ഓക്കെ, ബൈ ബൈ, ബൈ ബൈ. Thank you, sir. ബൈ Okay, okay. ബൈ. ഓക്കെ, ഓക്കെ, ബൈ ബൈ.